ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്നതിനിടെ ബ്ലാക്ക് ബോർഡിൽ ഒരു ചിത്രം വരയ്ക്കേണ്ടി വന്നാൽ വിദ്യാർത്ഥിനികളുടെ സഹായം തേടിയിരുന്ന ഒരു ഫിസിക്സ് പ്രൊഫസർ ഉണ്ടായിരുന്നു കോട്ടയം BCM കോളേജിൽ. എന്നാൽ ഇന്ന് അതേ പ്രൊഫസർ വരച്ച മനോഹരമായ 60ഓളം ചിത്രങ്ങൾ കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്സ് ഗ്യാലറിയിൽ വിസ്മയമാവുകയാണ്. LDF മുൻ കൺവീനർ വൈക്കം വിശ്വന്റെ പത്നി പ്രൊഫസർ G ഗീതയുടെ ചിത്രഗീതം എന്ന പേരിൽ അണിയിച്ചൊരുക്കിയ 3ാമത് ചിത്ര പ്രദർശനമാണ് അക്ഷരനഗരിക്ക് പുതിയൊരു കാഴ്ചാനുഭവമാകുന്നത്. കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പഠനഭാഗത്ത് നിന്ന് ഒരു ചിത്രം വരയ്ക്കേണ്ടി വന്നാൽ അതിന് വിദ്യാർത്ഥിനികളുടെ സഹായം തേടിയിരുന്ന ഒരു ഫിസിക്സ് പ്രൊഫസർ BCM കോളേജിലുണ്ടായിരുന്നു, പ്രൊഫസർ G ഗീത. എന്നാൽ ഇന്ന് കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗാലറിയിൽ ആരംഭിക്കുന്നത് ബ്ലാക്ക് ബോർഡിൽ ഫിസിക്സിലെ ഡയഗ്രം വരയ്ക്കാൻ ഭയന്നിരുന്ന ടീച്ചറിന്റെ ചിത്ര പ്രദർശനമാണ്. കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റുപോയി. ബുദ്ധനും അതുപോലെ തന്നെ ഒരുപാടുണ്ടായിരുന്നു, പലതരത്തിലുള്ള ബുദ്ധനുണ്ടായിരുന്നു, അതെല്ലാം വിറ്റുപോയത്. പിന്നെ കൂടുതൽ പടങ്ങൾ കാണുന്നത് കൃഷ്ണൻ്റെയാണ്, ശിവന്റെ ഒന്നും അങ്ങനെ കാണാറില്ല. കൃഷ്ണനും സരസ്വതിയാണ് കൂടുതലായിട്ട്. ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് തന്നെ വല്ല ദേവസ്വം ബോർഡിൻ്റെ ഡയറിയിൽ നിന്ന് കലണ്ടറിൽ നിന്നൊക്കെയാണ്, അല്ലാതെ അമ്പലത്തിൽ പോയി ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചിത്രങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇത് ശരിക്കും 5ാമത്തെയാണ്, വലുതായിട്ട് നടത്തിയത് ഇല്ല 3ാമത്തെയാണ്. 2 ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജുകാർ നടത്തിയത്, സെൻറ്റ് ഗേറ്റ്സുകാർ, ഒന്ന് അവിടെ SNDPക്കാർ നടത്തി. 500ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ എക്സിബിഷനിൽ തന്നെ മുഴുവൻ തന്നെ പോയായിരുന്നു, അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചു അടുത്ത എക്സിബിഷനും ഇതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ 2ാമത്തെ എക്സിബിഷൻ നടത്തിയത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയിരുന്നു. ക്ലാസ് മുറിയിലെ പടം വരയെ ഭയന്നിരുന്ന ടീച്ചർ ചിത്രകാരിയായി മാറിയത് രസകരമായ ഒരു യാത്രയാണ്. മുതിർന്ന CPIM നേതാവ് വൈക്കം വിശ്വന്റെ ഭാര്യയായ പ്രൊഫസർ G ഗീത കോളേജ് അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ പാർട്ടി സെന്ററിൽ മുഴുവൻ സമയ പ്രവർത്തനത്തിലായിരുന്നു സഖാവ്. മന്ത്രി VN വാസവൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഭാര്യ എന്നോടൊപ്പമാണ് താമസിച്ചത്. പക്ഷേ ഞങ്ങൾ താമസിച്ചെടുത്ത് അവരൊറ്റപ്പെടുന്ന രീതി വന്നപ്പോൾ സ്വയം തീരുമാനിച്ചു, ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഈ ചിത്ര വരയ്ക്കുന്ന രംഗത്തോട്ട് വന്നു. അവിടെ ഊറ്റുകുഴിയിലൊരു അധ്യാപകൻ വന്ന് നിന്നത് ചെയ്യുന്നുണ്ടായിരുന്നു, അത് പഠിച്ചു വരും തിരുവനന്തപുരത്ത്. പക്ഷേ അത് കഴിഞ്ഞ് ചിത്രമൊക്കെ വരച്ച് പ്രത്യേകം കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയുന്നത്. വേറെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ചില്ല. പിന്നെ വേറെ ഒരു പ്രോത്സാഹനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. 28-ന് സമാപിക്കുന്ന പ്രദർശനത്തിൽ 65 ചിത്രങ്ങളാണുള്ളത്. അക്രലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, കോഫി, കളർ പെൻസിൽ എന്നിവയിൽ തയ്യാറാക്കിയ ചിത്രങ്ങളാണിവ. ഈ ചിത്രങ്ങൾ വാങ്ങാനും അവസരമുണ്ട്. പ്രവേശനം സൗജന്യമാണ്. വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ഇതിനോടകം വരച്ചു കഴിഞ്ഞ G ഗീതയുടെ 7 ചിത്രങ്ങൾ എല്ലാ വർഷവും പാലിയേറ്റീവ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് നൽകും. അത് വിറ്റ് ലഭിക്കുന്ന തുക മുഴുവൻ അവർക്കാണ് നൽകുക. i4A ന്യൂസ്, ഏറ്റുമാനൂർ.